സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു HRK ഗെയിമിംഗ്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനിയാണ്. ഗ്രാനിലെ കാർ എസ്കേപ്പ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് ഇന്ന് കാർ എസ്കേപ്പ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡോർ എസ്കേപ്പ് ചെയ്തിരുന്നു. ഇനി അടുത്തത് നമുക്ക് അണ്ടർഗ്രൗണ്ട് എസ്കേപ്പ് ചെയ്യാം. ഓക്കെ, നമ്മുടെ എനിട്ടുണ്ട്. ഇനി ഇത് മറ്റേ മാപ്പാണ് നോക്കണം. മറ്റേ മാപ്പാണ് എനിക്ക് സന്തോഷകേടാ. ഇതാണോ? ആടാ, എനിക്ക് സന്തോഷത്തോടെ വയ്യ. ഇത് സുഖം സുഖം തരും. നീ ഇപ്പോൾ ഗ്രാനി അതുവഴി പോകണമെങ്കിൽ ഗ്രാനി എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് കൺഫേം ചെയ്യണം. അതാകുമ്പോൾ നമ്മൾ സേഫ്. പരമാവധി നമുക്ക് ഡേ 3യുടെ ഉള്ളിൽ തന്നെ എസ്കേപ്പ് ആവണം. 4ഉം 5ഉം ഒന്നും എത്താൻ പാടില്ല. കാരണം നമ്മളിപ്പോൾ ഏതാണ്ട് പ്രോ ആയി. ഓക്കെ, ഷോർട്ട് ഗൺ കിട്ടി. ഇനി ഇതെടുത്ത് നമ്മുടെ എപ്പോഴത്തെയും സേഫ് സ്ഥലമായ ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇതിപ്പോൾ കൊണ്ടുവരണ്ട, ചിലപ്പോൾ ഗ്രാനി വരും ഗൈസ്. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. ഇനി നമ്മുടെ ഇതിൻ്റെ ബാക്കി പാർട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ എവിടെയും ഉണ്ടായിരുന്നു. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ്. ഇതില്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പം അത് കിട്ടി. ഇനി അടുത്തത് ഇതും അവിടെ കൊണ്ടിടാം. എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടിടാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് വെപ്പണായാലും മതി. വെപ്പൺ കീ എവിടെയായിരുന്നു? ഓക്കെ, ഇനി ഇതെടുത്ത് അവിടെ കൊണ്ടിടാം. പിന്നെ മുകളിലാണ് ഒരു പാർട്ട്. ഓക്കെ, ഇട്ടു. ഇനി ഈ കാറിൻ്റെ ഉള്ളിൽ എന്തോ കീ കിട്ടിയിരുന്നില്ല. ഇതെന്ത് കീയാണ്? വെപ്പൺ കീ. യെസ്, വെപ്പൺ കീ കിട്ടി ഗൈസ് നമുക്ക്. ഇതാണ് വെപ്പൺ കീ. ഏതോ സിമ്പിൾ സ്ഥലത്തായിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ടായി. ഓക്കെ, ഇത് കൊണ്ടുപോയി നമുക്ക് വെപ്പൺ എടുത്തിട്ട് നമുക്ക് തള്ളാനെ തീർക്കാം. അതാകുമ്പോൾ പിന്നെ അതിൻ്റെ ശല്യം കുറച്ച് കുറവാകും. ഓരോ വളവും നമ്മൾ സൂക്ഷിച്ച് വേണം ഗൈസ് പോകാൻ. ഓക്കെ, ഇതെടുത്ത് ഇനി ഗ്രാനി ഇവിടെ എത്തിയാൽ മാത്രം മതി. ഇതൊക്കെ തട്ടിയിട്ട് വച്ചുണ്ടാക്കുക. പിന്നെ ഇതേ ബുക്ക് ഇവിടെ ഉണ്ട്. ബുക്ക് കൊണ്ടുവരണം നമുക്ക്. എന്താ തള്ള വരാത്തേ? യെസ്, ശരിക്കും പറഞ്ഞാൽ ഗ്രാനി മാത്രമല്ല, ഈ വില്ലനും സൈക്കോക്കെ നമ്മളും കൂടിയാണ്. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. അല്ലേ? ഒരു പ്രേതത്തിനെ കൊല്ലാന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എത്ര സൈക്കോയും കഴിക്കണം. പറയണ്ടല്ലേ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനല്ലേ. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഗൈസ് നമുക്ക് പാർട്ട് 2 കളിക്കാൻ. അപ്പോൾ അങ്ങനത്തെ കഴിഞ്ഞുള്ള വീഡിയോസൊക്കെ വരും. അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കും. എന്ത് കഷ്ടടാ അത്! മാറിക്കടി ഇത്. ശരി, എന്നെ പിടിച്ചു വരണം. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് എത്തിയവർ നമ്മൾ റോഡ് ടു 100 ആണ്. 100. ഓക്കെ, യെസ്. എൻജിൻ പാർട്ട് നമുക്ക് കിട്ടി. ഇതിവിടെ എല്ലാം കൂടി അല്ല. ഇനി വേറെ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. തോക്ക് എടുക്കാം. അപ്പോൾ തോക്ക് സെറ്റായി. ഇനി ട്രാപ്പ് ഉണ്ടല്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമ്മുടെ തള്ളച്ചീനെ കൊല്ലാനായിപ്പോൾ നമുക്ക് 2 സാധനമായി. തോക്ക് ഇനിയിപ്പോൾ എല്ലാം കൂടി കൊണ്ടുവയ്ക്കണം നമുക്ക്. ഇത് കൊണ്ടുവച്ചിട്ട് മറ്റേ മരത്തിൻ്റെ കൂടി കൊണ്ടുവയ്ക്കാം. ഓക്കെ, അത് കൊണ്ടുവച്ചു. ഇനി അടുത്തത് മറ്റേ മരത്തിൻ്റെ പിടി, അതുകൊണ്ട് കൊണ്ടുവയ്ക്കാം. ഞാനിനി ഇങ്ങോട്ട് വിളിച്ച് കൊന്നു. വെയിറ്റ്. ഇപ്പം അതിൻ്റെ ശബ്ദം ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ എപ്പോഴും കൊല്ലണ പോലെ തന്നെ ഇവിടെ വെച്ച് കൊല്ലാം. അവിടെ നിന്ന് കൊന്നു കഴിഞ്ഞാൽ അതൊരു ഭീരുവിൻ്റെ ലക്ഷണമായി. തട്ടിട്ട് ഒച്ച കേട്ടാലേ ഇതുവരെ തള്ള വരുള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് എന്താ ഉണ്ടായില്ലൂടാ. ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഉണ്ടായി.
ഓ ഗ്യാസോലിൻ. ഓക്കെ, ഗ്യാസോലിൻ കിട്ടി. പിന്നെ നമുക്ക് എങ്ങനെ എന്ത് മണ്ടത്തരാടെ ചെയ്തത് അല്ലേ? 3 എനിക്കറിയില്ലായിരുന്നു പാഡ്ലോക്ക് കാറിൻ്റെ അവിടെ ഇവിടെ കാറിൻ്റെ അവിടെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. വിളിച്ചാടാ എന്നെ കൊല്ല. അയ്യോ 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 ഗ്രാനി എന്നെ കൊല്ലല്ലേ. ഓടി മൊട്ടക്കി കാശണ്ടി തലേ വെച്ച് വന്നിക്കാം. നീക്കെടുക്കടി. ഓക്കെ, ഇതിൻ്റെ ഒരു പ്ലേ ഹൗസ് കീ അത് നമുക്ക് വേണ്ട. പ്ലേ ഹൗസ് കീ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എല്ലാം തീർക്കുകയാണ്. 3 എസ്കേപ്പും ചെയ്യായിരുന്നു. അതുകൊണ്ട് എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അതിൻ്റെ ഉള്ളിൽ റസ്റ്റി പാഡ്ലോക്ക് ചെയ്യണം, അതായത് മറ്റേ അണ്ടർഗ്രൗണ്ട് എസ്കേപ്പിനുള്ളതാണ്. നമ്മളിപ്പോൾ കാർ എസ്കേപ്പാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആ പാഡ്ലോക്ക് കിട്ടിയിട്ട് നമുക്ക് കാർ എസ്കേപ്പ് ആയിരുന്നു. പിന്നെ വിചാരിച്ചു ഫസ്റ്റ് ഡോർ എസ്കേപ്പ്, സെക്കൻഡ് കാർ എസ്കേപ്പ്, തേർഡ് അണ്ടർഗ്രൗണ്ട് എസ്കേപ്പ്. ഇതിൻ്റെ ഉള്ളിൽ ക്രാങ്ക്, ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ക്രാങ്ക് എടുത്ത് നമുക്ക് അവിടെ കൊണ്ടിടാം. പിന്നെ മറ്റേ ആ ബുക്ക് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി എൻജിൻ പാർട്ട് എടുത്ത് കൊണ്ടുപോയി വയ്ക്കാം. കാർ എസ്കേപ്പ് അവിടെ എന്താണുള്ളത്? കാറിനെ ബന്ധപ്പെട്ട് എന്തിട്ടോ മറ്റേ സ്പൈഡറിന് അവിടെ ഉണ്ട്, സ്പൈഡർ മോമിയുടെ അവിടെ. ഓക്കെ, ഇനി നമുക്കിത് കാർ എസ്കേപ്പ് ചെയ്യാടാ. കാരണം എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. കാരണം നമുക്ക് ഈ മാപ്പൊക്കെ കിട്ടി. ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതലൊന്നുമില്ല. ഓക്കെ, ബുള്ളറ്റ് എടുക്കാം. മറ്റേ തണ്ണിമത്തൻ്റെ ഉള്ളിലാണ് തോന്നുന്നു കാർ കീ കിട്ടിയാൽ നമ്മൾ ഡിക്കി ഓർക്കാം. ഡിക്കിൻ്റെ ഉള്ളിൽ എന്താണാവോ? തള്ള എവിടാ? തള്ള ആവശ്യമുള്ള നേരത്തെ ഒന്നും വരില്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താ നോക്കണം നമുക്ക്. കാക്കയുടെ എന്താണ്? മറ്റേ പ്ലേ ഹൗസിൻ്റെ ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത് പെപ്പർ സ്പ്രേ നമുക്ക് ആവശ്യമില്ലടാ. കാരണം ഒന്നാമത് നമുക്ക് ഗണ്ണും ഉണ്ട്, പിന്നെ മറ്റേ വെപ്പൺ കീ ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ഉപയോഗം എന്ന് പറയുകയാണെങ്കിൽ മറ്റേ സിനിമയിൽ മമ്മൂട്ടിയുടെ ഡയലോഗ് പോലെയാണ്. അനാവശ്യത്തിന് എടുക്കരുത്, ആവശ്യത്തിന് എടുക്കാതിരിക്കാൻ നോക്കണം, അത്യാവശ്യത്തിന് എടുക്കാതിരിക്കുകയും ചെയ്യരുത്. കിട്ടി. ഇനി ഗ്രാനി വരുന്നതിന് മുമ്പ് നമുക്ക് ആ സാധനം വയ്ക്കാം. കാരണം ഇവിടെ ഉണ്ടൊന്നുമില്ല. ഇതുകൊണ്ട് അവിടെ വെച്ചാൽ മതി. അപ്പം ഗ്രാനി എങ്ങാനും അല്ലെങ്കിൽ ഇത് ഇട്ടിട്ട് ഗ്രാനിനെ വിളിക്കുക, അതാണ് കുറച്ചുകൂടി നല്ലത്. കയറി പോവാ, സൈഡിൽ കൂടെ പോവാ. വരുമോയെന്നറിയില്ല. വന്നു കഴിഞ്ഞാൽ പെട്ട് റീസ്പോണായുണ്ടാവും. 2 മിനിറ്റ് കഴിഞ്ഞ്. ചേച്ചി ചേച്ചി എവിടാ? ഇനി വരൂ. നമ്മൾ ചുറ്റിക കാത്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശബ്ദം കേട്ടിട്ട് അങ്ങനെ വരുമോ? എന്താ വരാത്തത്? അല്ലെങ്കിൽ എപ്പോൾ ചെറിയ ശബ്ദം ഫോട്ടോ വരെ ഒരാൾ ചുറ്റി വീണിട്ട് വരുന്നില്ലേ? ചിലപ്പോൾ പാവം നടന്നെത്തുണ്ടാവുള്ളൂ. ചേച്ചി 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 വന്നു. അയ്യോ അയ്യോ ഗ്രാനി വന്നല്ലോ. അയ്യോ എന്നെ കൊല്ലല്ലേ. അയ്യോ ഗ്രാനി ഓടി മോട്ടായി. ഇവിടെ കാശണ്ടി തരാണ്ട് അതിനെ ചുറ്റി വെച്ച് അടിച്ചു പോലെ. ഓക്കെ, നമുക്ക് ഇതിങ്ങനെ ചേന്ത് കഷ്ണങ്ങളായിട്ടൊരു ശല്യടാ. ഇത് എന്തൊരു സാധനം ഇത്? ഓക്കെ, ഈ സാധനം എപ്പോഴും വീഴാല്ലേ. ഇതിങ്ങനെ ഇവിടെ എടുക്കട്ടെ. പക്ഷെ തോക്കിനെന്താ വയ്യേ. ഇനി നമുക്ക് മറ്റേ ചുറ്റിക എടുത്തോണ്ടിരണം. എന്നിട്ട് നമുക്ക് മറ്റേ ഇവിടെ ഇല്ലേ സ്ലെൻഡറിനയുടെ അവിടെ ചെറിയ പണി ഉണ്ടാ. ഇവിടെ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നോക്കി കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? കാർക്കി ഇതിൻ്റെ ഉള്ളിലെന്നല്ലേ ഞാൻ തണ്ണിമത്തൻ്റെ ഉള്ളിലാണ്. അപ്പോൾ തണ്ണിമത്തൻ്റെ ഉള്ളിൽ എന്താണ്? കാറിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കണം. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാവും. കാറിൻ്റെ ഉള്ളിലാണ് തണ്ണിമത്തൻ. ഞാൻ കാർക്കി തണ്ണിമത്തൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയാണാവോ കിട്ടുക?
ഗ്യാസോലിൻ അവിടെ എടുക്കട്ടെ. തള്ളയില്ലാത്തതുകൊണ്ട് എന്തൊരു സമാധാനം. പിന്നെ ഗ്രാനിയെ നമ്മളെപ്പോലുള്ള ചില എക്സ്പേർട്ടായ ഗെയിമേഴ്സിന് പേടിയുണ്ടാവില്ല. നീ ഓക്കെ. ഓ, സ്പാർക്ക് പ്ലഗാണ്. അല്ലടാ, എനിക്ക് പേടിയാണ്. ഞാൻ കുറച്ച് എക്സ്പേർട്ട് കുറവുണ്ട് എനിക്ക്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എനിക്ക് ഗ്രാനിനെ കുറച്ച് പേടിയാടാ. പക്ഷെ ഇപ്പോൾ പേടി കുറഞ്ഞു വരുന്നുണ്ടാ. കാരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ ആവശ്യം നമ്മൾ കളിച്ചു, ഒരു എസ്കേപ്പ് നടത്തി. ഇനി അടുത്ത് നമുക്ക് ഗ്രാനി 2 ഒക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ അതിൽ ഗ്രാനി ഉണ്ട്, ഗ്രാൻഡ് ഉണ്ട്, സ്ലെൻഡറീനുണ്ട്. സ്ലെൻഡറീനെ കൂടുതൽ സിനിമ അതിലാന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ ഹാർഡിലുണ്ടോയെന്ന് തോന്നുന്നു. പിന്നെ നമ്മളെ മറ്റേ ഗ്രാനി വേർഷൻ 1.0 നമ്മൾ ഇട്ടുണ്ടായിരുന്നു. ഹലോ, അതേ ഗ്രാനി. ഇങ്ങോട്ട് വാ. എന്ത് നല്ല വീടാണ് അല്ലേ. എത്ര വഴികളാണ് എനിക്ക്. ഈ വീടൊക്കെ എൻ്റെ പേരിൽ എഴുത്തരോ ഗ്രാനി. ഇതെടുത്തിട്ട് മറ്റേ സ്ക്രൂ ഡ്രൈവറിന് കാണാം. അയ്യോ, നമ്മൾ ഇതെടുത്ത് അതിന് മുമ്പേ നമ്മളെ നമ്മ എടുക്കാൻ മറന്നു. ഓക്കേ. വീണ് ഇനി നേരെ കൊണ്ടുപോയി മറ്റേ തുറക്കാം നമുക്ക്. ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്? ഓ, പാഡ്ലോക്കി. ഓ, ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറന്നതില്ലേ. നമുക്ക് കാർ എസ്കേപ്പ് ചെയ്യുന്നു, ഡോർ എസ്കേപ്പ് ചെയ്യുന്നു. 2 ഓപ്ഷൻ എനിക്ക് വന്നായിരുന്നു. ഡോർ എസ്കേപ്പിന് പിന്നെ ലാസ്റ്റ് മറ്റേ മാസ്റ്റർ കീ സീനായിരുന്നു. ഓക്കെ. അങ്ങാനും തള്ള ശബ്ദം കേട്ട് വരികയാണെങ്കിൽ നമ്മൾ സേഫ്റ്റിക്ക് അതോടാ. കണ്ട കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിൽ പോയി കാണട്ടെ. ഓക്കെ. എൻ്റെ ഓർമ്മയിൽ എന്താണെന്ന് വെച്ചാൽ ഇടിച്ച് പൊളിക്കണം എന്നായിരുന്നടാ. എനിക്ക് ആ കീ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് മറ്റേ പണ്ട് കോഡൊക്കെ ഉണ്ടായിരുന്നില്ലേ ഗ്രാനിക്ക്, അതുപോലെ ഇതൊക്കെ മാറ്റിയിട്ട് ഇടിച്ച് പൊളിക്കണം തന്നെയായിരുന്നു. അപ്പം എന്താണ് ഗ്യാസോലിൻ നോക്കിയാൽ നമുക്ക്. ഗ്യാസോലിൻ കഴിഞ്ഞാൽ പിന്നെ എന്താ ആവശ്യം? സ്പാർക്ക് പ്ലഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും കൊണ്ട് ഓ കണ്ട ഗ്രാനി ചത്തു. ശബ്ദം കേട്ട് വന്നൂല്ലേ തേടുക്കണം അപ്പിമുറി. കട്ടിങ് പ്ലെയർ നമുക്ക് ആവശ്യമുണ്ട്. കാരണം മുകളിൽ മറ്റേ ഇതിൻ്റെ അവിടേക്ക് നമുക്ക് പോകണം. ഗ്രാനി ചത്ത സമയമായതുകൊണ്ട് അതാണ് നല്ലത്. മുകളിൽ അതിൻ്റെ ഉള്ളിലാണ് ഐ തിങ്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മറ്റേ സ്പാനർ നമുക്ക് ഗ്രാനിപ്പോൾ ചത്ത സമയമല്ലേ, അപ്പോൾ അത് എടുക്കാൻ വേഗം ഒരു മരത്തടി. ഓക്കെ. ഇനി ഇതിവിടെ വെച്ചിട്ട് ഇതെടുത്ത് നമുക്ക് നേരെ പോയി അത് മുറിക്കണം. പിന്നെ ആ ക്യാമറയുടെ അവിടെയുള്ള റഞ്ച് തന്നെയാണ്. ക്യാമറയുടെ അവിടെ ഹാമർ വേണമെന്ന് പറഞ്ഞതേ എനിക്കറിയില്ലായിരുന്നു. അതുണ്ടെങ്കിൽ വാതിലടയൂലേ, അങ്ങനെയായിരുന്നു. അത് സെൻസറായിരുന്നു. ഞാൻ അന്ന് വിചാരിച്ച് ക്യാമറയിൽ അടിച്ചു പിടിച്ചാൽ മാത്രമേ പോവുള്ളൂ. സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു അന്ന് ആണി മാറ്റിയാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നു. ഓക്കെ. ഇതിൻ്റെ ഉള്ളിലാകെ പാവ കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ റഞ്ചായി, സ്പാർക്ക് പ്ലഗ് കിട്ടി. ഇനി എന്താണ് ആവശ്യം? ഇനിയൊന്നും ആവശ്യമില്ലല്ലോ. ഓ, കാർ ബാറ്ററി ആണെന്നുണ്ടാ. കാർ ബാറ്ററി തള്ള പെൻറ്റുണ്ടാവും. എന്താ ഊഞ്ഞാലിടണോടാ തോക്കൊക്കെ. തള്ള വരട്ടെ. കാരണം നമ്മൾ ബുള്ളറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ തള്ള വെട്ടു. അത് കുറച്ച് സീനാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഡേ 1 തന്നെ ആ സ്പൈഡർ മോമിയുടെ അവിടേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 1 തന്നെ നമുക്ക് കടക്കാൻ പറ്റുന്നു. ഇവിടെ പോയി ശരിയാക്കാം. അങ്ങനെ ശബ്ദം കണ്ടു കഴിഞ്ഞാൽ തള്ള വരുമ്പോൾ തള്ളയുടെ വെടി തീർന്നോളൂ. തള്ളയത്ത് എടാ, ഇതൊരു ഉപകാരമാണ്. സ്പാർക്ക് പ്ലഗ് നമ്മൾ എവിടെ ഇട്ടെ? സ്പാർക്ക് പ്ലഗ് ഇവിടെ എവിടെ ആയിരുന്നില്ല നമ്മൾ സ്പാർക്ക് പ്ലഗ് ഇട്ടേ? അപ്പുറത്താണ് കൊണ്ടുവരാ. അപ്പുറത്താണ് സ്പാർക്ക് പ്ലഗ് ഇട്ടത്. അതേ കേൾക്കണം.
സ്പാർക്ക് പ്ലഗ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം കാർ ബാറ്ററി. സ്പൈഡർ മൊബൈൽ എവിടെയാണ് കൊണ്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോറിനേക്കാൾ സിമ്പിളാണ് കാർ എസ്കേപ്പ് എന്ന്. ഇനി നമുക്ക് മറ്റേ വെയിറ്റ് ഇത് ഇവിടെ ഇട്ട് വയ്ക്കാം. എൻ്റെ ഒരു ബുദ്ധി ഉണ്ട്, വർക്കാവുകയാണെങ്കിൽ വർക്കാവും. ഇനി നമുക്ക് നേരെ മറ്റേ അമ്മാമേനോടൊക്കെ പോകണം. എന്നാലാണല്ലോ നമുക്ക് സ്പൈഡർ മൊബൈലോടൊക്കെ പോകാൻ പറ്റുക. അതിപ്പോൾ എന്തായാലും ഇട്ടണ കുറേ നേരം നമ്മൾ ഫസ്റ്റിലേ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അതേ എടുക്കണം. ഇനി ഇത് കൊണ്ടുവരണം. നമ്മൾ ക്രാങ്ക് അവിടെ ഇട്ടാൽ നന്നായില്ലേ ഇപ്പം. ഓക്കെ, അതവിടെ എടുക്കട്ടെ. അയ്യോ ഗ്രാനി ഉള്ള പോട്ടെ. നമുക്ക് എന്തായാലും ബുള്ളറ്റ് എടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ വെപ്പൺ അവിടെ വെപ്പൺ നമ്മൾ എവിടെ ഇട്ടത്? ഹാളിലല്ലേ? ഹോളിലാണ്. ഒയ്യോടാ അവിടെ മണി ഉണ്ടല്ലോ. മണി അടിക്കുമല്ലോ. സീനില്ല എടുക്കണം. ജസ്റ്റ് മിസ്. പേടിക്കണ്ട. അവിടെ ഉണ്ട്. തിരിഞ്ഞു വിട്ടാൽ ഇതിൻ്റെ ആമ കൊടുത്ത് തീർത്താൽ മതി. എടുക്ക്. എവിടാ ഗ്രാനി? എവിടാ ഗ്രാനി? ഞാൻ ആരോ ഏട്ടാ ഇട്ടിട്ട് അടിയിലിട്ട് നമുക്ക് താക്കോലെടുത്ത് സ്പൈഡർ മൊബൈൽ അടയ്ക്കുക. ഓക്കെ, താക്കോലെടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് ക്രാങ്ക് എടുത്ത് ചാടിക്കുക. ഓക്കെ, ക്രാങ്ക് ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. ക്രാങ്ക് എന്തോ ഇത് തുറക്കാനില്ലേ, എന്തോ ഒരു വാതിൽ തുറക്കാനില്ലേ ക്രാങ്ക്? അതെ, നമ്മളെ മറ്റേ സ്പൈഡർമാൻ. ഇവൻ്റെ ഇപ്രാവശ്യത്തെ പോകുമ്പോൾ ശരിയല്ലല്ലേ. ഓക്കെ, തള്ളച്ചി അവിടെ പോയിട്ടുണ്ട്. എന്നാലും എന്ത് സ്പൈഡർ മൊബൈലാണ് അത്? ഇതിനൊക്കെ അവിടെ നിന്ന് കിട്ടിയൊരു മുട്ടയിൽ 8 കാലം വെച്ച് സ്പൈഡർ മൊബൈൽ എന്ന് പറഞ്ഞാൽ നടക്കണം. എവിടെ നിന്ന് കിട്ടിയടാ ഇതിന് സാധനത്തിന്? എനിക്ക് ഗ്രാനീനേക്കാൾ പേടി എന്തായാലും ഈ സാധനത്തിന്. ഗ്രാനി എന്ന് പറഞ്ഞാൽ ഓടാൻ സ്പേസ് ഉണ്ടല്ലേ, ഇതിന് ഓടാൻ സ്പേസ് ഇല്ല, അതാണ് പേടിയില്ലാത്തത്. ഓക്കെ, ഇനിയാണ് എൻ്റെ പ്ലാൻ വർക്കാൻ പോണത്. എൻ്റെ പ്ലാൻ വർക്കാൻ പോണത് ഇനിയാണ്. ഓക്കെ, ഇതിടാ അടയ്ക്ക. അങ്ങനെ നമ്മുടെ സ്വപ്നം ഇവിടെ പൂർത്തിയാണ്. എത്ര പ്രാവശ്യം ഗ്രാനിയുടെ അടി കൊണ്ടുകൂടെ ചത്തിട്ട്. ഇപ്പം നമ്മൾ 2ാമത്തെ എസ്കേപ്പാണ് കഴിച്ചത്. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗ്രാനി ഇപ്പോൾ ഈ ശബ്ദം കിട്ടുകയില്ല, അപ്പം ഗ്രാനി ഐസായി ചത്തു. അതാണ് എൻ്റെ ഒരു പ്ലാൻ. ഫൈനലി ഗൈസ് നമ്മൾ എസ്കേപ്പായി. ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് കാർ എസ്കേപ്പ്. ഇതേ നിൽക്കണ് ചുറ്റുടുവാ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.